അപ്പോൾ ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത് സാധാരണ 2 ദിവസം മുമ്പ് തന്നെ തുടങ്ങാറുണ്ട്. കാരണം മെഹന്തി ഇടാനായിട്ട് കുറേ മക്കൾ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ വരും. ഓഫീസിലാണെങ്കിൽ ഞാൻ 2 വർഷത്തോളമായിട്ട് ഓഫീസിൽ കസ്റ്റമേഴ്സിന് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം മെഹന്തി ഇടാൻ കുറേ കുഞ്ഞുനാൾ മുതലേ എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയായിരുന്നു. ഇപ്പോൾ എല്ലാ മക്കളും സാധാരണ മെഹന്തി ഇടാൻ നന്നായിട്ട് അറിയുന്ന മക്കളാണ്. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ അന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഗസ്റ്റാണ് നമ്മുടെ ആക്ടർ ഷാനവാസ് ഖാൻ്റെ മോള്. അവരെ വീട് നമ്മളെ മഞ്ചേരി തന്നെ ആയതുകൊണ്ട് അവർ നമ്മുടെ ഓഫീസിൽ അവിടെ ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മെഹന്തി കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ നിച്ചും നീലും അപ്പുറമുള്ള വീട്ടിലത്തെ ചേച്ചിമാരെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു കൂട്ടുകാരിയാണ് കിങ്ങിണി, തത്തയാണ് കേട്ടോ. അവർ കിങ്ങിണിയായിട്ട് കുറേ സംസാരിക്കും, കാര്യങ്ങളൊക്കെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു കിങ്ങിണീനെ. അപ്പോൾ പിറ്റേ ദിവസം പണിയൊക്കെ ഒന്ന് എളുപ്പമാവാനൊക്കെ ആയിട്ട് ഉള്ളി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്തു, ക്യാരറ്റൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ച് തലേദിവസം റെഡിയായി. പിന്നെ പൂത്തിരിയും പടക്കവും മുക്കുറ്റിയും ഒക്കെ ആയിട്ട് നല്ലൊരു പെരുന്നാളിൻ്റെ അന്തരീക്ഷം തന്നെ അവിടെ കുട്ടികളൊക്കെ വന്നിട്ട് ഉണ്ടാക്കിയെടുത്തു. പൂത്തിരിയൊക്കെ കത്തിച്ചു. കുഞ്ഞു അതുപോലെ കുഞ്ഞോനൊക്കെ ആയിട്ട് അവിടെ നല്ല രീതിയിലുള്ളൊരു പെരുന്നാളിൻ്റെ പ്രതീതി തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. നീലുവിന് നല്ല പേടിയാണ്, അതുകൊണ്ട് നീലു അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല, നിച്ചു മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കണ്ണിന് കുളിർമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. രാവിലെ നിച്ചുവിനെ പെരുന്നാളല്ലേ വിളിക്കാൻ വേണ്ടി നല്ല പ്രയാസപ്പെട്ടു. അവൾ ഉരുണ്ട് മറിഞ്ഞൊക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്കും കുറച്ച് സമയമൊക്കെ ആയി. പക്ഷെ നീലു അങ്ങനെയല്ല, നീലു നേരത്തെ എണീറ്റ് അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കുളിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി പെട്ടെന്ന് തന്നെ കുളിച്ച് അവൾ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിച്ചു ആണ് ഒരുക്കണത്. അപ്പോൾ അവൾക്ക് ഒരുങ്ങണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് സമയം ഒരുങ്ങിയതൊക്കെ അവളെ ശരീരത്തിലുണ്ടാവും. അത് കഴിഞ്ഞ് ഓരോ മുടിമണ്ണൊക്കെ ആണെങ്കിൽ അപ്പുറത്ത്, ഹെയർ ബാൻഡൊക്കെ ആണെങ്കിൽ ഇപ്പുറത്തൊക്കെ ഇട്ടിട്ട് അവൾ എല്ലാം തീരുമാനമാക്കി തരും. അങ്ങനെയാണ് പതിവ്. കുഞ്ഞു മക്കൾക്കാണല്ലോ പെരുന്നാളിൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അവർ പുതിയ വള വാങ്ങിക്കുക, മാല വാങ്ങിക്കുക, പുത്തൻ ഉടുപ്പ് വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെയാണ് അവരുടെ പെരുന്നാളെന്ന് പറയുന്നത്. അപ്പോൾ നീരു അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് അവളുടെ സഞ്ജുവിനെയും കൂട്ടിയിട്ട് നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ അണിഞ്ഞൊരുങ്ങിയിട്ട് ആ പെരുന്നാളിന് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ സിനു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങൾ അറിയാനായിട്ട്. അപ്പോൾ നീലു ഹലമോളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് സിനുവിനായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട്. പിന്നെ പാട്ടായി, ഡാൻസായി, അടിപൊളിയായിരുന്നു അവരുടെ എൻജോയ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഓഫീസിലുള്ള കുറച്ച് സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളിന്. അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ പൊള്ളിയാക്കി. നിച്ചു നീലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.